Hands on the buzzer. Question number 2. മൈദ ഉണ്ടാക്കുന്നത് ഏത് ചെടിയിൽ നിന്ന്? സോറി, അവിടെ പ്രസ് ചെയ്ത്. മൈദ ചെടി നല്ല വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ബൈ പ്രോഡക്റ്റ് പോലെയാണല്ലോ, കാരണം അതിന്റെ അല്ലാതെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്നത് വെച്ചിട്ടില്ല, മൈദച്ചെടി ഇല്ല സർ, മൈദച്ചെടി ചെടി കേട്ടിട്ടില്ല. അതെ, ആലോചിച്ച് നോക്ക്. ഗോതമ്പല്ലോ അല്ലേ? അല്ല, ഉറപ്പിച്ച് പറ. ഗോതമ്പ്. ആ, ഗോതമ്പ് ഉറപ്പാണല്ലോ ഉത്തരം. ഈ എക്സ്പ്രഷൻ എടുത്തതിന്റെ കാര്യം പറഞ്ഞു വളരുന്നു. ഉച്ചക്ക് തിന്നത് ഗോതമ്പാണോ? ചപ്പാത്തി. അതിന്റെയാണ് മുഖത്തെ എക്സ്പ്രഷൻ. ടെൻഷൻ അടിക്കണ്ട, ഗോതമ്പാണ് ശരിയായ ഉത്തരം. എനിക്കറിയാം, ഞാൻ കേട്ടു. ഓക്കെ, അപ്പൊ ഇതില് ആരാ നന്നായിട്ട് ഓടുന്നേ? അടുത്തോടെ ഞാൻ പോവാം. ടാസ്ക് ഉള്ളപ്പോ ഓടൂ, വരൂ, നേടിക്കോ. ചെറിയ കോപ്പിയടി നടന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഒരു ജ്യൂസിൽ ഒരു കോപ്പിയടി നടന്നതായിട്ട് തോന്നുന്നു. സെയിം ആയിരുന്നല്ലേ? ഞാൻ സാധനം എന്താ നോക്കിയല്ലേ, ജ്യൂസ് മാത്രം. ഇല്ല, വേറെ ജ്യൂസ് ആയിരുന്നു, കാരണം മറ്റേത് മാംഗോ ആയിരുന്നു, ഇതിൽ ചെറിയ വ്യത്യാസം ഗുവാവയാണ്. ഓക്കെ, നോക്കാം, വില നോക്കാം. 140. ഒരുപാട് ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. എണ്ണം കൂടുതൽ. അതെ, 53. 193 നെയ്യും മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. എന്താണ് പായസം വയ്ക്കാനുള്ള പരിപാടിയാ? 79. പക്ഷെ ഏലക്ക ഇടുന്നായിരുന്നു. 120. അപ്പൊ എത്രയായി? 392. നമ്മുടെ സ്പോൺസറിന് എടുത്തിട്ടുണ്ട്, ഗോൾഡ് വിന്നറിന് എടുത്തിട്ടുണ്ട്. വീണ്ടും അത് 170. 562. ഇനിയൊരു മിൽക്ക് മെയ്ഡും ഒരു സാധനം കൂടിയുണ്ട്. 144. നമ്മുടെ സ്പെഷ്യൽ പാർട്ണറാണ് സ്പോൺസേഴ്സിനൊന്നും ഞാൻ വെറുതെ. ഇപ്പൊ എല്ലാം കൂടി 706 ആയി. അടുത്ത ഐറ്റം, ആ ഐറ്റത്തിൽ അറിയാൻ പറ്റും ജയിച്ചോ ഇല്ലേ എന്നുള്ളത്. എന്തെടുത്ത് വലിയ വിലകളൊന്നും എടുത്തിട്ടില്ല എന്റെ ഓർമ്മ. ഇല്ല, നിങ്ങൾക്ക് തമ്മിൽ ഷെയർ ചെയ്ത് 25, 7, 3, 1. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.